എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വിശുദ്ധ ലൂക്കോ 1:46. ഡിസംബർ 8 ക്രിസ്തുമസിന്റെ ഒരുക്കത്തിന്റെ ദിനങ്ങൾക്കിടയിൽ നാം ആഘോഷിക്കുന്ന തിരുനാളാണ് അമ്മയുടെ അമലോത്ഭവം. തിരുസഭയെക്കുറിച്ച് ഉള്ള 4 വിശ്വാസ സത്യങ്ങളിൽ അതിപ്രധാനമാണ് അമ്മയുടെ അമലോത്ഭവം. 1854 ഡിസംബർ 8 പരിശുദ്ധ 9 പിയൂസ് മാർപ്പാപ്പ ഇനേഫിബിലിസ് ദേവൂസ്, അവർണ്ണനീയനായ ദൈവം എന്ന തിരുവെഴുത്തിലൂടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. യേശുവിന്റെ ജനനത്തിന് മുൻപും ശേഷവും മറിയം നിത്യകന്യകയായിരുന്നുവെന്ന് ഈ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. പരിശുദ്ധയമ്മ എപ്പോഴും കൃപ നിറഞ്ഞവൾ ആയിരുന്നു. വൃദ്ധരും വന്ധ്യരുമായ യോവാക്കീം അന്നായിൽ നിന്നും ഉദയം ചെയ്ത കന്യക, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ ലോകരക്ഷകന്റെ അമ്മയാകാൻ, ഉണ്ണിയേശുവിന് വസിക്കാനുള്ള അരമനയാകാൻ ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തു. പാപക്കറയില്ലാത്ത മറിയത്തിന്റെ എളിമയും വിനയവും സ്വയം സമർപ്പണവും ദൈവത്തിന്റെ അമ്മയാകാൻ യോഗ്യയാക്കി. ലൂക്കോസ് 1:48-49. അവൻ തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. കണ്ടാലും ഇതുമുതൽ സകല വംശങ്ങളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. എന്തെന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവൾ ദൈവത്തിന്റെ വിശ്വസ്ത ദാസിയായിരുന്നു. മാലിന്യമേശാത്ത മുത്തായിരുന്നു. അമ്മയെക്കുറിച്ച് വിശുദ്ധ ജോൺ ഡാമിഷ്യൻ പറയുന്നു: യോവാക്കീമിന്റെയും അന്നയുടെയും എത്രയും പവിത്രയായ പുത്രി, നീ ദൈവത്തിന്റെ പുത്രിയും അമ്മയുമാകാൻ വേണ്ടി ദുഷ്ടന്റെ അഗ്നിശൂലത്തിൽ നിന്നും മറയ്ക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ മണവറയിൽ വസിക്കുകയും മാലിന്യത്തിൽ നിന്നും രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഉണ്ണിയേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടാതെ നിത്യകന്യകയായി തുടരാൻ ദൈവം അവളെ അനുഗ്രഹിച്ചുവെന്ന് സഭ ഏറ്റുപറയുന്നു. അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഓരോ ക്രൈസ്തവനും ഉണ്ടാകേണ്ട ജീവിത വിശുദ്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. മറിയം ജനനത്തിലും ജീവിതത്തിലും കാത്തു സൂക്ഷിച്ച കൃപ മാമോദീസായിലൂടെ നേടിയവരാണ് നാം. നിത്യതയിലേക്ക് പ്രവേശിക്കാൻ ജീവിത വിശുദ്ധി കൂടിയേ തീരൂ. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നും പൂർണ്ണ വിശുദ്ധിയിൽ കുറഞ്ഞതൊന്നിനും പർദീസായിൽ സ്ഥാനമില്ലെന്നും കൃപ നിറഞ്ഞ ഹൃദയങ്ങളാണ് ദൈവത്തിന് സ്വീകാര്യമെന്നും അമ്മ ഓർമ്മിപ്പിക്കുന്നു. അമ്മയെക്കുറിച്ച് റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ഒരു പ്രാർത്ഥനയുണ്ട്: നിത്യമായി അനുഗ്രഹീതയും പൂർണ്ണമായി പാപരഹിതയും ക്രോബകളേക്കാൾ ശ്രേഷ്ഠയും ശ്രാപ്പികളേക്കാൾ മഹത്വമുള്ളവളുമായ ദൈവമാതാവേ, നിന്നെ വാഴ്ത്തുന്നത് എത്രയോ ഉചിതം. വചനത്തെ ഉള്ളിൽ ധ്യാനിച്ച് വചനം മാംസമാകാൻ സ്വന്തം ശരീരം നൽകിയ മറിയത്തെ പോലെ നമ്മുടെ കുടുംബത്തിനു വേണ്ടി, സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ, നിസ്വാർത്ഥമായി സമർപ്പിക്കാൻ നാം തയ്യാറാകണം. സ്വന്തം പുത്രന്റെ കുരിശുമരണമെന്ന വേദന ഹൃദയത്തിൽ തുളച്ചു കയറിയപ്പോഴും തൻ്റെ വിളിയിലും വിശ്വാസത്തിലും വിശ്വസ്തത പാലിച്ച അമ്മയെപ്പോലെ നമുക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അമ്മയെപ്പോലെ നിർമ്മലവും ദൈവത്തിന് പ്രീതികരവുമായ ജീവിതം നയിക്കാൻ അമലോത്ഭവ നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുമസിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു.